ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു റിഫാസൽ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് രണ്ടാൾക്കാരൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ ഈ 4 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. ക്രീം, ലിപ് ബാം, ഐലൈനർ, പൗഡർ, ഇത്ര മാത്രമേ ഞങ്ങൾ ഇടണുള്ളൂ. പിന്നെ രണ്ടാൾക്കും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യണ മാതിരി ചെയ്യാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് റിഫാനെ ഫസ്റ്റ് ചെയ്തെടുത്തിട്ട് മിനുവിനെ ഫസ്റ്റ് ചെയ്യാം. രണ്ടാളുടെ ലാസ്റ്റ് ഫൈനൽ ലുക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. റിഫാൻ്റെ ഈ ഡ്രസ്സൊന്നും മാറ്റണം. പിന്നെ ഷെസ്മിൻ്റെ അങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് നമ്മളെ മിനുവിൻ്റെ അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. മിനു ഉടുപ്പന്നെ ഇട്ടിരിക്കണത്. ഇവൾക്ക് ഒരു ബ്ലൂ വൈറ്റ് കോമ്പോയിലുള്ള ഒരു ഡ്രസ്സാണ് ഇട്ട് എടുക്കണത് കേട്ടോ. നമുക്ക് ഈ ക്യാമറ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഇവിടെ ഈ കൊട്ടിയിൽ ഇങ്ങനെ ചാരി വെക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ രണ്ടാളുടെയും കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ട് ഇരിക്കണം എന്നുള്ള ഒരു ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് രണ്ടാളെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. മിനുവിനെ കറക്റ്റായി കിട്ടുന്നുണ്ട്, റിഫാനും കിട്ടാത്തത് ഇപ്പം ശരിയായിട്ട് രണ്ടാളുടെ കിട്ടുന്നുണ്ട്. രണ്ടാളെയും കറക്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് റിഫാന് നമുക്ക് എന്താ പറയുക, ക്രീം ഇട്ടെടുക്കാം. ഇതായി ജോൺസോൺസിൻ്റെ ഒരു ക്രീം ഇട്ടെടുക്കുന്നത്. ഇതിൻ്റെ ഇത് സ്റ്റിക്കറൊക്കെ ലാബിലൊക്കെ ആരും അടുത്തി കഴിഞ്ഞിട്ടു. നമുക്കിനി ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രീം ഇട്ടെടുക്കാം കേട്ടോ. റിഫാക്ക് ഷെസ്മിൻ കേട്ടോ. ഒരു തരി തന്നെ എടുക്കണമല്ലോ, അല്ലേ? ഒരു തരി എടുത്തിട്ട് രണ്ടാൾക്കും ആക്കണം. നമുക്ക് ഈ ക്രീമൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴിക്കാൻ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ലെവലിൽ ഇട്ടിട്ടാം. മോയ്സ്ചറൈസറിന് പകരമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം മോയ്സ്ചറൈസർ ഇട്ട അതേ ഫീലിംഗാണ്. ചാച്ചൂനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം, പക്ഷെ അവൾ എന്താ ടീഷർട്ടും പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവരൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ചാച്ചൂന് ഇട്ടെടുക്കണം. ചാച്ചൂൻ്റെ ഫൈനൽ ലുക്ക് മാത്രം നമ്മൾ കാണിക്കണുള്ളൂ. നമുക്ക് ചാച്ചൂൻ്റെതും ഇട്ടെടുക്കാം. ചാച്ചൂന് അങ്ങനെ ഡ്രസ്സൊന്നുമില്ല. സാധാരണ അവൾക്ക് എപ്പോഴും ഈ ടീഷർട്ടും പാൻറ്റും മാത്രം ഇഷ്ടം. ഉടുപ്പിനോടൊന്നും അത്ര വലിയ ഇതില്ല. പിന്നെ അതേമാതിരി ട്രൗസറും ടീഷർട്ടും ഉടുപ്പിടണ ചെറുപ്പത്തിൽ നിന്ന് വെച്ചാൽ ഉടുപ്പ് കാണുമ്പോൾ അവൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും, അല്ലെ കരയും കേട്ടോ. ഇത്രക്കും ഇഷ്ടമല്ല അവൾക്ക് ഉടുപ്പിടുന്നത്. തവണല്ല കേട്ടോ, സത്യം ഗൈസ്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ചുണ്ടൊക്കെ നമ്മൾ അരച്ച് പിടിച്ചോട്ടോ. ഇപ്പോൾ നല്ല മോയ്സ്ചറൈസിങ് ഫീലിംഗ് നല്ല രസം. ഇപ്പം തന്നെ പറഞ്ഞോ കണ്ടാൽ നല്ല ഓടി ഫീലിംഗാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പൂവുണ്ട്. അതിലേക്ക് നല്ല സോഫ്റ്റ് മൂക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് ഉണങ്ങണം. മാതിരി നമുക്ക് ചാച്ചുവിൻ്റെതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ആൾക്കും ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഹൈബ്രോ പെൻസിൽ ഇല്ല, പക്ഷെ നമുക്കൊന്ന് ഐലൈനർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഹൈബ്രോ ഫില്ലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള ടിപ്പ് എന്താണെന്ന് അറിയുമോ ഗൈസ്? നമ്മൾ ഈ ഐലൈനർ ഉണ്ടല്ലോ, ഐലൈനർ എടുക്കാം. ഐലൈനർ ഇങ്ങനെ എടുക്കാം കേട്ടോ.
നമ്മളുടെ കയ്യിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. പക്ഷെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഞാൻ ഒരുപാട് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവൾക്കൊന്നും ഹൈബ്രോ എഴുതാൻ ഇഷ്ടമില്ല, കാരണം ഇവിടെ ഇങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഇതേമാതിരി സ്പ്രെഡാക്കി കൊടുത്താൽ അറിയാട്ടോ. ഇത് രണ്ട് പിരികം തമ്മിലുള്ള ഹൈബ്രോസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? നമുക്ക് ഹൈബ്രോ പെൻസിൽ ഇല്ലാത്ത സാഹചര്യം, കാണാണ്ടായ സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് വെക്കാമെന്നുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ രണ്ടാമത്തെ പിരികവും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കറിയില്ല ഹൈബ്രോമേൽ ഐലൈനർ കൊണ്ട് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല, എന്നാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ അടുത്ത പിരികവും കൂടി ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 ആൾക്ക് ഹൈബ്രോ ഒക്കെ ഫില്ലാക്കി കൊടുത്ത് ഐലൈനർ എഴുതി കൊടുത്ത് ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കട്ടെ. മിലാപ്പിൻ്റെ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സ്ട്രോബെറി ഫ്ലവർ ആണ് ഇപ്പോൾ. ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇടാനില്ല, ലിപ്സ്റ്റിക്ക് കാണാനില്ല കേട്ടോ. ഇതാണ് ലിപ് ബാം. ഈ സ്മെല്ലാണ് കേട്ടോ, പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എറിഫ മുഖത്തോണ്ട് എന്തൊക്കെ പോസ്റ്റ് കാണിക്കുന്നത് ഒരു പിങ്ക് കളറാണ്. പിന്നെ ചാച്ചൂനും കൂടി ഒന്ന് ഇട്ടെടുക്കാം. ചാച്ചൂനെ ക്യാമറയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. റിഫണ്ട് എന്നിട്ട് വിടുത്ത് ചിരിക്കും ചാച്ചനെ നോക്കിയിട്ട്. എനിക്ക് ഇതും കൂടി ഒന്ന് ഇട്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പൗഡറും കൂടിയാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ബ്ലേസറിനാണ് കേട്ടോ ഇട്ടെടുക്കണത്. അപ്പം എല്ലാവരും ചോദിച്ചിരുന്നു ഇതാണ്ടോ നമ്മൾ ഇട്ടെടുക്കുന്ന പൗഡർ. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഇവിടുത്തെ ടെയിലിൻ്റെ പണിയൊക്കെ തീർന്നു എന്ന്. അപ്പോൾ ഇവിടുത്തെ ടെയിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് തിരിക്കണം കേട്ടോ. വരുന്നില്ല ഒന്നുമില്ല വരാത്തത്. ഞാൻ തുറന്നില്ല ഗൈസ്. ഇല്ല ഗൈസ്, മുഖത്തേക്ക് തെറിച്ചു ഗൈസ്. അപ്പൊ നമ്മളിതാ ഇനിയെങ്കിലും സക്സസ് ആവണം എന്നുണ്ട് ഗൈസ്. നമുക്കൊന്ന് വരുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അനുസരില്ലാത്ത പിള്ളേരാണ് കേട്ടോ ഗൈസ്. ഭയങ്കര കുരുത്തക്കേടാണ് അങ്ങനത്തെ പിള്ളേർക്ക്. അവിടെ പൈപ്പ് ലൈൻ്റെ പണികളൊക്കെ ഉണ്ട്, അതാണ് കേട്ടോ. ഇവിടെ കുറെ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് വീടൊന്ന് നല്ല അടിപൊളിയാക്കാൻ നോക്കിയിട്ട് നമുക്കിനി മെനുവിന് ഇട്ടെടുക്കട്ടെ. കുത്തു കുത്തു കാണാൻ റിഫാക്ക് വട്ടായതാണ് ഗൈസ്. റിഫാക്ക് റിഫാടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. ഭയങ്കര ഓയിലി സ്കിന്നാണ്. നമ്മൾ ഇവിടെ ബ്ലൈൻഡ് ആക്കി കൊടുക്കും.
പിന്നെ ഇനി നമുക്ക് മീനുണ്ട് ഫ്രൈഡ് പലരുടെ കുറിച്ച് എല്ലാത്തിനും ചീവള്ളി പൊട്ടിയതായി നമുക്ക് ഇനി ഇതൊന്നും തന്നെ കഴിക്കുന്നത് എല്ലാ ആകായിട്ടോ ബ്ലാക്ക് അല്ലേ അതാണ്. അപ്പം നമ്മൾ ഇനി മുടി കെട്ടിക്കൊടുക്കണം കേട്ടോ. നമുക്കിനി മുടിയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇവളുടെ മുടിയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കണം. മുടി ആകെ ചടവിട്ട് കൊടുക്കും കേട്ടോ. ജസ്റ്റ് നമുക്കൊരു പോണിട്ടൈല് കെട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്ക് അതിന് ചീർപ്പ് വേണം. ചീർപ്പ് എടുക്കുന്നുണ്ട്. ഈ ചീർപ്പ് നല്ല വേദനയുള്ള ചീർപ്പുണ്ട്. കാരണം നല്ല വേദന കൊടുക്കും. അതുകൊണ്ട് തന്നെ വേറെ ചീർപ്പ് തന്നെ വെച്ച് എനിക്കറിയില്ല ഗൈസ് ഈ ചീർപ്പ് വേദന എടുക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് ഇരിക്കും. ഞാൻ ജസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് പോണിട്ടൈലിട്ടുണ്ട്. മീനുവിനും റിഫാക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചാച്ചുവിൻ്റെ ചെറിയ മുടിയായ കാരണം അവിടെ നിന്ന് പരത്തിടാം വിചാരിച്ചു. നമുക്ക് ഇവരുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് കാണാം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചുള്ള റിഫാക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തതിന് ശേഷം മുടി ഇടാൻ കേട്ടോ. കാരണം ഡ്രസ്സ് ഇടുമ്പോൾ പിന്നെ മുടി കൊള്ളാറുമല്ലോ. അത് കാരണം കേട്ടോ. നമുക്കിനി അവളുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവളുടെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവളുടെ ഡ്രസ്സ് കേട്ടോ. ഫുള്ളായിട്ടുള്ളത് ഇതാണ്. ഇതാണ് അവളുടെ ഡ്രസ്സ്. നല്ല രസമുള്ളതാണ് കേട്ടോ. എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ അവൾക്ക് ലൂസാവില്ല. നല്ല കേട്ടോ. അത് നമുക്ക് ഇത് ഇവിടെ കെട്ടാനും ജിബൊക്കെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് അവളുടെ ഡ്രസ്സ് കേട്ടോ. നല്ല രസമാണ് അവൾക്ക് ഇട്ടാൽ. നല്ല എന്താ പറയുക, നല്ല എന്താ ഫ്ലോറൽ ഡിസൈൻ വരുന്നൊരു ഡ്രസ്സാണ്. നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അവളെ കൊണ്ടൊന്ന് ഇത് എടുപ്പിക്കാം. അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ റിഫ ഇട്ടിട്ടുള്ള ലാസ്റ്റ് ലോങ് ആയിട്ടുള്ള കണ്ടില്ലേ, മനസ്സല്ലേ. നമുക്കിനി അവളുടെ മുടിയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ റിഫാക്ക് ഇത് ഇതാക്കിയിട്ട് ഒരു മുടിമക്കായ വെച്ചിട്ട് ബൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. നമുക്കിനി അവൾക്ക് ഇതാ ഈ ഒരു സെറ്റ് വളയാണ് ഇട്ട് കൊടുക്കണം. ഈ റോസ് ഗോൾഡിൻ്റെ ഈ സെറ്റ് വളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. പക്ഷെ ഇതിൻ്റെ ബാക്കി കാണില്ല ഗൈസ്. അത് നമ്മൾ ഈ ഒരു സെറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു വളയും കൂടി എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. പിന്നെ ഇതാ ഈ ഒരു വള കേട്ടോ എടുക്കണത്. കണ്ടാൽ ഗോൾഡ് മാതിരി തോന്നുമെങ്കിലും ഇത് ഫാൻസി വള കേട്ടോ. നമുക്ക് ഇനി ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഈ കൈമേലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഒരു ബ്ലൂ മാലയും കൂടി ഇട്ട് കൊടുക്കണത്. ഇതാ ഈ ഒരു ബ്ലൂ മണിമാല ഇട്ട് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു മാലയാണ്. ഇടാൻ കുറച്ച് പണിയാണ്. ഓക്കെ, നമ്മൾ റിഫാട് സെറ്റ് ആയിട്ടും ഇങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവർക്ക് തലയിൽ ഷാളുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മീനും ചാച്ചു ചെറുതായ കാരണം അവർക്ക് ഷാൾ ഇട്ടെടുക്കണില്ല. പക്ഷെ പഞ്ചിലായ കഴിഞ്ഞിട്ട് ഷാൾ ഇട്ടെടുക്കും. അവർക്കൊരു ബ്ലാക്ക് ഷോളാണ് ഇട്ടെടുക്കുന്നത്. അവർക്ക് കുറ്റിയാ രസമുണ്ടാകും. കുറ്റിയൊക്കെ വിചാരിച്ചു. കുത്തിയപ്പോൾ തീരെ രസമില്ലാണ്ടായിപ്പോയി. ഞാൻ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അവളതിനിടക്ക് ഓരോന്ന് ഒപ്പിക്കുകയാണ്. അപ്പുറത്ത് ഇപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ തട്ടി മറിച്ചിടുകയാണ്. ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്കിതിവിടെ നിന്ന് ഒരു ഭാഗത്ത് നമുക്ക് എടുക്കാം.
ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുത്ത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഇടാണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. നല്ല വൃത്തിയിൽ കിടക്കും കേട്ടോ. അല്ലേ എനിക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ അവൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് വൃത്തിയില്ല. എനിക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് ഒരു ഫൈനൽ കേട്ടോ. നമുക്ക് ഇനി മീനുവിൻ്റെ മുടി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ലാസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ വേർത്തിട്ട് എല്ലാവരുടെ പൗഡർ പോയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ മുടി കെട്ടി കൊടുക്കാം. എല്ലാവരുടെ മുടി നല്ല ചടയുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ചടക്കൊന്ന് അടിച്ചിട്ട് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ ഒരു ഗ്രേ വളയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താ പറയുക, ഇത് 10 ഉണ്ട്. ഒരു സെറ്റാണിത്. 12 ഉണ്ടായിരുന്നു, 2 കാണാനില്ല. ആരോ കൊണ്ടു കളഞ്ഞിട്ടോ. ആരില്ല, നമ്മളൊരു റിഫണ്ട് കൊണ്ട് കളഞ്ഞതാണ് കേട്ടോ. നമുക്കിനി ഈ വളയും കൂടി ഒന്ന് ഇട്ടെടുക്കാം. ഒരു കൈമേൽ 5 ഒരു കൈമേൽ 5 ആക്കി ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെയാണ് ഇട്ടെടുക്കുന്നത്. നമുക്ക് ഈ കൈമേൽ 5 ഇട്ട് കൊടുക്കാം കേട്ടോ. വലത്തെ കൈമേൽ തന്നെ തുടങ്ങിയാണ്. കയറുന്നില്ല ഗ്യാസ്, ഇത് കൈമേൽ കയറുന്നില്ല. അപ്പുറത്തെ കൈമേൽ നിന്ന് ഇട്ടോ. ഈ കൈമേൽ കയറി ഗൈസ്, മറ്റേ കൈമേൽ കയറുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇടാൻ നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റിഫാഡയിൽ ഗോൾഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, റോസ് ഗോൾഡിൻ്റെ, അത് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അതന്നെ ഒന്ന് ഇട്ടെടുക്കാം. അത് കയറാൻ നോക്കാം. അപ്പം അത് നോക്കുമ്പോൾ കയറിയിട്ടോ ഗൈസ്. അപ്പോൾ അവള് ഇത് 2 കൈമേലും എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടിട്ടോ. അവൾക്ക് ഈ വള ഇഷ്ടമായ കാരണമാണ് അവൾ ഈ വള ഇട്ടിട്ടോ. അവളെങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് അവൾ അത് വളർത്തുക. അവൾക്ക് ഇങ്ങനെ കിളിങ്ങനൊക്കെ ഇടാൻ ഇഷ്ടമാണ്. ഇനി നമുക്ക് ചാച്ചൂനൊരുക്കണം. നമുക്ക് പിന്നെ മീനുവിന് മാല വേണമെന്ന് ഇട്ട് കൊടുത്തില്ല. കാരണം ഇതാ ഈ ഒരു മാല തന്നെ ഇട്ട് കൊടുത്തിട്ടോ. അവൾക്ക് ഇത് അവളുടെ കഴുത്തിൽ ഈ മാല ഉണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് ഈ മാല തന്നെ ഇട്ട് കൊടുത്തു. നമുക്കിനി ചാച്ചൂനൊരുക്കണം. അപ്പോൾ ചാച്ചൂന് നമുക്ക് ടീഷർട്ട്, ചാച്ചിൻ്റെ ഫൈനൽ വെക്കുന്ന കണ്ടില്ലല്ലോ, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ചാച്ചിനെ ഇപ്പോൾ കൊടുന്നുതരാം കേട്ടോ. നമ്മളുടെ ചാച്ചു ടീഷർട്ട് പാൻ്റായ കാരണം അവൾക്ക് ഞാൻ ഈ ഒരു അബായ ഇട്ട് കൊടുക്കാം കേട്ടോ. റിഫാഡതാണ് എങ്കിലും നമുക്ക് ഈ ഒരു അബായ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇല്ലി കണ്ടില്ലേ, അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അവർ രണ്ടാളും ഉടുപ്പ്, പിന്നെ അവൾ മാത്രം എന്താ പറയുക. അത് കാരണം ഇത് വേണോ, ഈ അബായ വേണോ, അതോ ആ ഉടുപ്പ് വേണമെന്ന് സംശയമുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു അബായ തന്നെ ഉറപ്പിച്ചിട്ടോ. നമുക്ക് ഈ അബായ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാച്ചൂന് ഇതാ അബായത്തിട്ട് ഈസിയുണ്ട്. നമുക്ക് ചാച്ചൂനെ മുടി ജസ്റ്റ് പരത്തിട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വളരെ ഷോർട്ട് ഹെയർ ആണ്. കാരണം ജസ്റ്റ് ഒന്ന് പരത്തിട്ട് കൊടുക്കും കേട്ടോ. അവിടെ കെട്ടിയാൽ ഒതുങ്ങി നിൽക്കില്ല. പിന്നെ തീരെ തലയിൽ എണ്ണയില്ല. കാരണം ഇപ്പോൾ ഇതാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഈ സൈഡിൻ്റെ ബാഗ്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അവളുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വള ഇടണം. വള ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു 2 വളയാണ് കേട്ടോ. ഈ 2 വളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓരോ കൈമേലും ഓരോന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോഴത്തെ ഈ ഒരു ബട്ടണും ശരിക്കും റെഡിയായി. ബട്ടണും ശരിയായിട്ടുണ്ട്. കുറച്ച് നേരം വിട്ട് പോലും ഞാൻ കുഴപ്പമില്ല. നമുക്ക് മാല എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നില്ല.
അപ്പോൾ ഒരാളിത് അവിടെ പോയിരിക്കുന്നുണ്ട്, ഒരാൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് ചാച്ചൻ്റെ ചുമത്തിൽ പാമ്പ് പോയിട്ടോ. മിനുവിൻ്റെ കൊടുക്കണം. മിനു ഓടിവാ. മിനുവിൻ്റെത് വന്നിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് റിഫാടെ ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. റിഫാപ്പോൾ ചാച്ചുവിൻ്റെ അവിടെ ബട്ടൻ്റെ അതൊന്ന് ഇതാക്കി കൊടുക്കുകയാണ്. നമുക്ക് റിഫാടത് ഇതാക്കുകയാണ്. റിഫാടത് ഒന്ന് ഇട്ടെടുത്തുകൊണ്ട് നമ്മൾ ചാച്ചുവിന് തട്ടിട്ട് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ഗൈസ്. ആൾക്ക് നല്ല രസം തട്ടിട്ടാൽ, നല്ലൊരു ക്യൂട്ടായിട്ട് എന്താ പറയുക, നല്ല രസമാണ് നമുക്ക് തട്ടിട്ടാൽ കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല രസമാണ്. എന്താ പറയുക നല്ല ക്യൂട്ടായിട്ട് ഉള്ളൊരു ഇതാണ് കേട്ടോ.